ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഒരു കുഞ്ഞ് റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ജിലേബിയുടെ റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ വേണമെന്ന് പറയും. ആ സമയത്ത് തോന്നിയതാണ് ഇൻസ്റ്റൻ്റായിട്ട് പെട്ടെന്ന് തന്നെ ജലേബി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ഞാൻ മുന്നേയും ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഉഴുന്ന് കൊണ്ട് ജലേബി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് സിമ്പിളായിട്ട് ഇൻസ്റ്റൻറ്റ് ജലേബി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനും പെർഫെക്റ്റ് ഒന്നും അല്ല ജലേബി ഉണ്ടാക്കാൻ, ഭയങ്കര പെർഫെക്റ്റ് ഒന്നും അല്ല, പക്ഷേ കുഴപ്പമില്ലാത്ത രീതിയിൽ ജലേബി ഉണ്ടാക്കിയെടുത്തു. അപ്പോൾ ഈ ജലേബി എങ്ങനെയാണ് ഉണ്ടാക്കിയത്, ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. നമ്മളെല്ലാവരുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു വലിയൊരു ബൗളെടുത്ത് അതിനകത്ത് ഏകദേശം 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഗോതമ്പ് പൊടിയിൽ ഒരു നുള്ള് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഗോതമ്പ് പൊടിക്ക് ആവശ്യമുള്ള ഇച്ചിരി ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആവശ്യം തൈരാണ്. നല്ല ഇച്ചിരി പുളിയുള്ള തൈരാണെങ്കിൽ നന്നായിട്ടിരിക്കും. അധികം പുളിയൊന്നും വേണ്ട, കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പുളി. ഇനി ഞാൻ ഈ തൈരും കൂടി ചേർത്തിട്ടാണ് ഈ ഒരു മാവ് നന്നായിട്ടൊന്ന് നമുക്ക് കുഴച്ചെടുക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് ഒരു മീഡിയം കൺസിസ്റ്റൻസി, ഭയങ്കര കട്ടിയും അല്ല ഒത്തിരി വെള്ളം പോലെയും അല്ല, ആ രീതിയിൽ നമ്മൾ ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തൈരാണ് ചേർത്തിട്ടുള്ളത്. ഭയങ്കര പുളിയുള്ള തൈരൊന്നും ആവശ്യമില്ല, മീഡിയം ആയിട്ട് മതിയാവും. അപ്പോൾ നമ്മുടെ ഇതൊക്കെ മാവൊക്കെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ജലേബി ഉണ്ടാക്കാനുള്ള ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം. സോസ് ബോട്ടിൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഞാനിവിടെ ഒരു എണ്ണയുടെ കവറാണ് എടുക്കുന്നത്. പാലിൻ്റെ കവറിൽ അതും യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റൻ്റ് അല്ല, അപ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് അതങ്ങ് കളഞ്ഞാൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഒരു ഗ്ലാസ് വെച്ചിട്ട് ഈ കവർ വെച്ചു. അതിൻ്റെ നടുക്കിലൊരു താഴെ ഒരു കുഞ്ഞു ഹോൾ കൊടുത്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ മാവൊക്കെ ഫില്ല് ചെയ്തിട്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തു. ഞാനൊരു പാൻ വെച്ചു, അതിൽ ഇച്ചിരി എണ്ണ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ നമ്മൾ പഞ്ചസാര 1 സ്ട്രിങ് കൺസിസ്റ്റൻസി എത്തുന്നവരെ ഒന്ന് ഷുഗർ നമുക്ക് സിറപ്പാക്കി എടുക്കണം. അപ്പോൾ ഇവിടെ ചൂടോടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായിട്ട് ജിലേബി ഷേപ്പിലൊക്കെ ട്രൈ ചെയ്തൊക്കെ ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് ഉണ്ടാക്കാറിയാക്കി ആ രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാം. അപ്പോൾ ഞാനിത് സിമ്പിളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം വളരെ ടേസ്റ്റി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സിമ്പിളായിട്ട് 5 മിനിറ്റ് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റി. അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത ഉടനെ തന്നെ 2 സൈഡും കളർ മാറുമ്പോൾ നമുക്ക് അപ്പം തന്നെ ഈ പഞ്ചസാര നമ്മൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയില്ലേ അതിനകത്ത് ചൂടോടെ ഇട്ട് കൊടുക്കാം. പിന്നെ 2 സൈഡും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമ്മുടെ ജിലേബി തയ്യാറാവും. വളരെ സിമ്പിളാണ്, ഈസിയാണ്, ടേസ്റ്റിയാണ്. താങ്ക് യു.